മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PTA നിർമ്മിച്ച സോളാർ പ്ലാന്റിന്റെയും നവീകരിച്ച മെൻസ് ഹോസ്റ്റൽ കിച്ചണിന്റെയും ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളിലും ഇത്തരം അധ്യാപക രക്ഷാകർതൃ കൂട്ടായ്മകൾ കൈകോർത്ത് പ്രവർത്തിക്കുന്നത് തീർത്തും ശ്ലാഘനീയമാണെന്ന് MLA പറഞ്ഞു. സോളാർ പ്ലാന്റിന്റെ ശേഷി 20 കിലോവാട്ടാണ്. 8 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പ്ലാന്റ് പ്രതിദിനം 110 മുതൽ 120 യൂണിറ്റ് വരെ കറന്റ് ഉൽപ്പാദിപ്പിക്കും. കറന്റ് ഇനത്തിൽ പ്രതിമാസം 17,000 രൂപ ഇതുവഴി ലഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെൻസ് ഹോസ്റ്റൽ കിച്ചൺ നവീകരണത്തിന്റെ ഭാഗമായി ആവശ്യമില്ലാത്ത സ്ലാബുകൾ വൃത്തിയാക്കുകയും പുതിയത് സ്ഥാപിക്കുകയും പെയിന്റ് ചെയ്യുകയും ചെയ്തു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹെവി ഡ്യൂട്ടി ബർണറുകളും മിക്സറുള്ള അടുക്കളയിൽ സിങ്കുകൾ സ്ഥാപിക്കുകയും സൈഡ് വർക്കിംഗ് ടേബിളുകൾ, കിച്ചൺ കനോപ്പികൾ, ഡക്ട് എക്സ്ഹോസ്റ്റ് ഫാനുകൾ, കോപ്പർ ഗ്യാസ് പൈപ്പിംഗ്, പൊറോട്ട നിർമ്മാണത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാൻഡ് എന്നിവ സ്ഥാപിച്ചു. പാചക സ്ഥലത്തിന്റെ വിപുലീകരണം, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ തുടങ്ങിയവയും ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് ഇതിന് ചിലവാക്കിയിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭക്ഷണ ഗുണനിലവാരം ഉയർത്തുവാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും ഈ 2 പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. സനൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക M, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ രമാദേവി, PTA പ്രസിഡന്റ് ബാലൻ KK, PTA സെക്രട്ടറി ഡോക്ടർ PS വാസുദേവൻ, PTA വൈസ് പ്രസിഡന്റ് സാഗർ TM, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോംസൺ തലക്കോടൻ, മെൻസ് ഹോസ്റ്റൽ വാർഡൻ ഡോക്ടർ ബിനോയ് എടക്കളത്തൂർ, അസിസ്റ്റന്റ് ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ ഡോക്ടർ ഏഞ്ചൽ എബ്രഹാം, കോളേജ് യൂണിയൻ പ്രതിനിധി നമ്രത ബാലൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രപ്പോസല് നമ്മൾ കൊടുത്തിരുന്നു. 23-24 നമുക്ക് ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാൻ ഫണ്ടിൽ തന്നെ നമുക്ക് സംഖ്യ വകയിരുത്തി വളരെ വേഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ അനുസരിച്ച് PWD ഡിസൈൻ വിങ് നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഡിസൈനൊക്കെ നൽകി. ഇപ്പോൾ അത് ടെൻഡർ കഴിഞ്ഞു, നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ഥലം കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ നേരത്തെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൾ മറ്റേ നമ്മുടെ നിയോജക മണ്ഡലം തലത്തിലുള്ള PWD വർക്കുകൾ പരിശോധിക്കുന്ന മീറ്റിങ്ങിനകത്ത് CMT എന്ന് പറയും, ആ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ ഇത് പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഔപചാരികമായ ഉദ്ഘാടനം മറ്റൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മിനിസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് സംഘടിപ്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. 6 കോടി രൂപയുടേതാണ് നിർമ്മാണ പ്രവർത്തനം. ഗംഭീരമായിട്ടുള്ളൊരു ഹാള്, അതിൻ്റെ സ്റ്റേജ്, അവിടെ ഗ്രീൻ റൂം, ബാക്കി താഴത്തും മുകളിലുമായിട്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റൂമുകൾ, ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്ക് രൂപകൽപ്പന ചെയ്ത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിന് പറഞ്ഞിട്ടുള്ള കാലാവധി 1.5 വർഷമാണ്. അതിനു മുമ്പ് VCV ന്യൂസ്, അത്താണി.